ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൊട്ടിവെള്ളരി കൊണ്ട് നല്ല ഒരു രുചികരമായ ഒരു ജ്യൂസാണ്. ശരീരത്തിലെ ചൂട് കുറയ്ക്കാനും ദാഹവും ക്ഷീണവും അകറ്റാനൊക്കെ നമ്മുടെ പൊട്ടിവെള്ളരി സഹായിക്കുന്നു. തണ്ണിമത്തനേക്കാൾ കൂടുതൽ നാരുകൾ അടങ്ങിയതിനാൽ ഇത് ദഹനത്തിനും ആരോഗ്യത്തിനുമൊക്കെ നല്ലതാണ്. അതേപോലെ വിറ്റാമിൻ സി, ബീറ്റാ കരോട്ടിൻ, ഫോളിക് ആസിഡ്, പൊട്ടാസ്യം എന്നിവയൊക്കെ ഇതിലടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് 1-2 ഇൻഗ്രീഡിയൻസ് ചേർത്ത് നമുക്ക് ഈ പൊട്ടിവെള്ളരി നല്ല ഒരു രുചികരമായ ഒരു ജ്യൂസ് ഉണ്ടാക്കാം. നല്ല ആരോഗ്യത്തിന് നല്ലതാണ്. ക്യാൻസറിനെയും പ്രതിരോധിക്കാനും പ്രമേഹം കുറയ്ക്കാനൊക്കെ നല്ല ഒരു ഇതാണ് നമ്മുടെ പൊട്ടിവെള്ളരി. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ഇതേപോലെ നമുക്ക് നല്ല മൂത്ത് വിളഞ്ഞ പൊട്ടിവെള്ളരി വാങ്ങിക്കുക. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ പൊട്ടാത്ത ഇതേപോലെ വാങ്ങിക്കണം. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം തെളിച്ച് ഒരു 10 മിനിറ്റ് വെയിലത്ത് വെക്കുക. വെയിലത്ത് വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഈ പൊട്ടിവെള്ളരി പതുക്കെ ഒന്ന് പൊട്ടാൻ തുടങ്ങും. പൊട്ടിവെള്ളരി പൊട്ടുന്നത് കൊണ്ടാണ് ഇതേപോലെ പൊട്ടിവെള്ളരി എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ തൊലി ഇതുപോലെ പൊളിച്ച് കളയാം. പെട്ടെന്ന് തന്നെ നമുക്ക് പൊളിച്ച് കളയാൻ പറ്റും. വളരെ നൈസായ തൊലിയാണിത്. അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ തൊടുമ്പോൾ തന്നെ ഇതിങ്ങനെ അതിൻ്റെ തൊലി ഇങ്ങനെ പൊളിഞ്ഞു പോരും. നല്ല പുട്ട് പോലെ ഇരിക്കും. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. ഇപ്പോൾ ധാരാളം വെള്ളം ഇതിനകത്ത് ജലാംശം അടങ്ങി കഴിഞ്ഞാൽ നമ്മൾ വേനൽക്കാലത്തേക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ 1-2 ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നമുക്കിത് ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതേപോലെ നമ്മൾ ചുറ്റും നമ്മുടെ തൊലിയെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് ഇതുപോലെ തൊട്ടാൽ മതി. ഇതിങ്ങനെ അടർന്ന് വീഴും. ഇനി നമുക്കിതിൻ്റെ ആ കുരു കളയണം. കുരു ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിക്കളയാം. നമ്മൾ കുരു ഉപയോഗിക്കാറില്ല. ഇതിൻ്റെ കുരുവെല്ലാം നമുക്ക് മാറ്റാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് പൊട്ടിവെള്ളരി മാത്രം കുരു കളഞ്ഞിട്ട് നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഒന്നും കൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ തണുപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ തണുപ്പിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ എല്ലാ കുരുവും നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. നല്ല പുട്ട് പോലെ നല്ല പൊടിഞ്ഞിരിക്കണ കണ്ടില്ല, നല്ല അടിപൊളി പൊട്ടിവെള്ളരിയാണ്. ഇതേപോലെ നല്ല മൂത്ത് വിളഞ്ഞത് വേണം വാങ്ങിക്കാനായിട്ട്. മൂക്കാത്ത വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തൊലി പൊളിക്കാനും പറ്റില്ല, വളരെ ഹാർഡായി പോകും. ഇപ്പോൾ ഞാനൊരു 10 മിനിറ്റ് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് നോക്കാം. ഒരു ഗ്ലാസ്സിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ പൊട്ടിവെള്ളരി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 ഏലക്ക ഒന്ന് പൊടിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലില്ലെങ്കിൽ സാധാരണ തിളപ്പിച്ചാറ്റിയ പാൽ ചേർത്താലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് പൊട്ടിവെള്ളരി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എത്ര ഇട്ടാലും ഇത് നന്നായിട്ട് ഒതുങ്ങിപ്പോകും. ഇത് നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് തൊട്ട് കഴിഞ്ഞ് താഴത്തേക്ക് തന്നെ ഇരുന്ന് പോകും. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് കഴിച്ച് നോക്കുക. നല്ല സൂപ്പറാണ്. പാലും പഞ്ചസാരയും ഏലക്കയും പൊട്ടിവെള്ളരിയും ഇതേപോലെ ഒന്ന് ഉടച്ച് കഴിക്കുക. മിക്സിയിലിട്ട് അടിക്കരുത്. മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ അതിന് വേറൊരു സ്വാദാണ്. ഇതേപോലെ സ്പൂൺ കൊണ്ടൊന്ന് തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഇത് നന്നായിട്ട് ഉടയും. ഇതൊന്ന് ഇതേപോലെ ഒന്ന് കഴിച്ച് നോക്കുക. എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ജലാംശമൊക്കെ കൂട്ടാനൊക്കെ ഇത് നല്ലതാണ്. അപ്പോൾ വേനൽക്കാലത്ത് ഇത് കഴിക്കാനായിട്ട് നല്ല സൂപ്പറാണ്. നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് പൊട്ടിവെള്ളരി. അപ്പോൾ ഇത് കടയിൽ കാണുമ്പോൾ ഇതുപോലെ വാങ്ങി തയ്യാറാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.